നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഹിന്ദു സമുദായത്തിന് നേരെ നടന്നപ്പോൾ പല മാധ്യമങ്ങളും അത് പുറത്തു കൊണ്ടുവരുന്നവരിൽ പരാജയപ്പെട്ടു. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ അവർ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഹിന്ദു വിരുദ്ധ കലാപത്തെ വേറെ രീതിയിൽ ചിത്രീകരിക്കാനും ഈ കലാപത്തെ അതിൻ്റെ വസ്തുതകളിൽ നിന്ന് ഒളിച്ചു വയ്ക്കാനുമൊക്കെ വലിയ ശ്രമം നടന്നിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണത്തെ അപലപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്തരമൊരു ആക്രമണത്തിൽ നിന്നും ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ഒരു പശ്ചാത്താപം ഉന്നയിച്ചുകൊണ്ട് ബംഗ്ലാദേശ് ആഭ്യന്തരമന്ത്രി മുന്നോട്ട് വന്നത്. ഇപ്പോഴിതാ ബംഗ്ലാദേശിൻ്റെ ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് യൂനസും രംഗത്തെത്തി ഹിന്ദു സമൂഹവുമായി ചർച്ച നടത്തിയിരിക്കുകയാണ്. അതിൽ അദ്ദേഹം പറഞ്ഞത്, ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്, ഈ സമയത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, നിങ്ങൾ സംയമനം പാലിക്കണം, കൈവെടിയരുത് എന്നൊക്കെയുള്ള ചർച്ചയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തെ പരിഗണിക്കാനും അവരുമായി ചർച്ച നടത്താനും അവർക്കുമേൽ നടന്ന ആക്രമണങ്ങളിൽ മാപ്പ് പറയാനും ഇനി ഉണ്ടാകാതെ ശ്രദ്ധിക്കാം എന്നൊരു വാക്കെങ്കിലും നൽകാനും ബംഗ്ലാദേശിലെ അധികാരികൾ തയ്യാറായിരിക്കുന്നു. ഇതിൻ്റെ കാരണം രണ്ടാണ്. ഒന്ന്, ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഭയന്ന് ബംഗ്ലാദേശിലെ ഒരു ഭാഗത്തു നിന്നും ഹിന്ദുക്കൾ പലായനം ചെയ്തില്ല എന്നു മാത്രമല്ല, നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ബംഗ്ലാദേശിൽ ഹിന്ദു സംഘടിപ്പിച്ചു. ഹിന്ദുക്കൾക്ക് വേണ്ടി ബംഗ്ലാദേശിന് പുറത്ത് പല രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും നടന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഹിന്ദുക്കൾക്ക് തീർച്ചയായും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ വലിയ പ്രശ്നമൊന്നുമില്ല, അവർക്ക് പ്രതിഷേധിക്കാം. ലണ്ടനിലും അതുപോലെ തന്നെ അമേരിക്കയിലുമെല്ലാം ഹിന്ദുക്കൾക്ക് പ്രതിഷേധിക്കുന്നതിൽ വലിയ പ്രതിസന്ധിയൊന്നുമല്ല. പക്ഷേ ബംഗ്ലാദേശിലെ ഹിന്ദു സംഘടിതമായി വരുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അക്രമികൾക്ക് മുന്നിൽ അവരുടെ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് തെരുവിലിറങ്ങാൻ തുടങ്ങിയതോടുകൂടിയാണ് അവിടുത്തെ ആക്രമണം അല്ലെങ്കിൽ അവിടുത്തെ ഇത്തരത്തിൽ ഹിന്ദു വേട്ട നിന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം ജനസംഖ്യയിൽ 8% മാത്രമാണ് ഹിന്ദുക്കൾ. അവരെ പിന്തുണയ്ക്കുന്ന ഒരു സർക്കാർ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾ ഇതൊന്നും ബംഗ്ലാദേശിൽ ഇപ്പോഴില്ല. ഈ ഒരു പ്രതികൂല സാഹചര്യത്തിലും അവർ നട്ടെല്ലോടെ നിവർന്നു നിന്ന് പ്രതിഷേധങ്ങൾ ബംഗ്ലാദേശിനുള്ളിൽ സംഘടിപ്പിച്ചു. നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതെല്ലാം ബംഗ്ലാദേശിൽ നടന്ന ഹിന്ദുക്കളുടെ പ്രതിഷേധ പ്രകടനങ്ങളാണ്. ഇത് കേരളത്തിലെയോ മറ്റു പല മാധ്യമങ്ങളും ഇതുവരെ പുറം ലോകത്തെ കാണിച്ചിട്ടില്ലാത്ത ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങളാണ് ബംഗ്ലാദേശിലെ ഹിന്ദു ജനതയ്ക്ക് കരുത്തു പകർന്നത്. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൻ്റെ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയുമെല്ലാം ഇപ്പോൾ വന്ന് ഹിന്ദുക്കളുടെ മുന്നിൽ വന്ന് മാപ്പ് പറയാനും അവരോട് നമ്മളോട് ഒരുമിച്ച് നിൽക്കണം എന്നാവശ്യപ്പെടാനും അവർക്ക് നേരെ നടന്ന ഈ പറയുന്ന ആക്രമണങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ടെന്നും അക്രമകാരികളെ വെറുതെ വിടില്ലെന്നുമൊക്കെയുള്ള വാക്ക് നൽകാനും അവരെ പ്രേരിപ്പിച്ചത്. രണ്ടാമത്തെ വിഷയം ഇന്ത്യൻ സർക്കാരിൻ്റെ നിലപാടാണ്. അവിടെ ഇടക്കാല പ്രധാനമന്ത്രിയും മന്ത്രിസഭയും അധികാരമേറ്റ ഉടൻ തന്നെ ഇന്ത്യയിൽ നിന്നും സന്ദേശമെത്തി. ആ സന്ദേശം മറ്റൊന്നുമല്ല, ഹിന്ദുക്കളടക്കമുള്ള മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം എന്നതായിരുന്നു. മാത്രമല്ല, BSFൻ്റെ ADGയെ അധ്യക്ഷനാക്കിക്കൊണ്ട് ഒരു സമിതിയെയും നിയോഗിച്ചു. ഇതെല്ലാം ബംഗ്ലാദേശ് സർക്കാരിനെ ഹിന്ദു വിരുദ്ധ കലാപത്തെ നിയന്ത്രിക്കാൻ വലിയ രീതിയിൽ പ്രേരിപ്പിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ബംഗ്ലാദേശിലെ 52 ജില്ലകളിൽ 205ഓളം ആക്രമണങ്ങളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. നിരവധി ഹിന്ദുക്കളെയാണ് കൊന്നൊടുക്കിയത്, നിരവധി പേരെ പരിക്കേൽപ്പിച്ചു, നിരവധി ഹിന്ദു ആരാധനാലയങ്ങൾ തകർത്തു, ഹിന്ദുക്കളുടെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളുമെല്ലാം തകർത്തു. അതുകൊണ്ട് തന്നെ ഹിന്ദു ഇപ്പോൾ പ്രതിഷേധങ്ങളിൽ വെറുതെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയല്ല, അവർ കൃത്യമായ ചില ആവശ്യങ്ങളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതായത് ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം നടത്തിയ ഈ കലാപകാരികളെ ശിക്ഷിക്കാൻ പ്രത്യേക ട്രൈബ്യൂണൽ ഏർപ്പെടുത്തണം. ഹിന്ദുക്കൾക്ക് സംരക്ഷണം നൽകുന്നതിന് ന്യൂനപക്ഷ സംരക്ഷണ നിയമം പാസ്സാക്കണം. മാത്രമല്ല, പാർലമെൻറ്റിൽ മതന്യൂനപക്ഷങ്ങൾക്ക് 10% സംവരണവും വേണം. എന്നിങ്ങനെ 3 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഹിന്ദു സംഘടിതമായി ബംഗ്ലാദേശിൽ പോരാടുന്നത്. ആ പോരാട്ടമാണ് ഇപ്പോൾ ഏകദേശം വിജയം കണ്ടിരിക്കുന്നത്. ഇടക്കാല മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഇപ്പോൾ നേരിട്ടെത്തി ഹിന്ദു സമൂഹവുമായി ചർച്ച നടത്തിയിരിക്കുന്നു. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599.
ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.